ലെറ്റൂസ് കഴിക്കുന്നത് നമുക്കെല്ലാം നല്ലതാണല്ലേ. എന്നാൽ അത് സാലഡിലോ സാൻഡ്വിച്ചിലോ ബർഗറിലൊക്കെ കുട്ടികൾക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരതങ്ങ് എടുത്ത് കളയും. എന്നാൽ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ ഇതൊരു തോരനുണ്ടാക്കിയെടുക്കാം. ഇഷ്ടത്തോടു കൂടി തന്നെ കുട്ടികളിത് കഴിച്ചോളും. നമുക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഒരു ബഞ്ച് ലെറ്റൂസാണ് എടുത്തിരിക്കുന്നത്. നല്ലതായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിയുമ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇതിലേക്ക് ഞാൻ വലിയ 1.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ക്യാരറ്റാണ്, 2 ക്യാരറ്റ് എടുത്തോളൂ. 2 വലിയ സവാള, എരിവിനനുസരിച്ച് പച്ചമുളക്. ഇതെല്ലാം ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് കേട്ടോ. കുറച്ച് കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ചോപ്പറില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രേറ്ററിൽ ക്യാരറ്റ് ചീകിയെടുത്താൽ മതിയേ. 1 കപ്പ് ചെറിയ തേങ്ങ എടുക്കുക. 2 വലിയ മുട്ട എടുക്കുക. ചെറിയ മുട്ടയാണ് 3 മുട്ട എടുത്തോളൂ. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള, പച്ചമുളക് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ പകുതി വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഇതിൽ വന്നിട്ടില്ലേ. ഇനി വെച്ചിരിക്കുന്ന ലെറ്റൂസ് ഈ സമയത്ത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. കാരണം ഈ ലീഫല്ലേ, ഇതൊക്കെ ഒന്ന് അവിഞ്ഞ് വരാൻ വേണ്ടിയാണ് നമ്മളൊന്ന് അടച്ച് വെക്കുന്നത്. ഒന്ന് ആവി കയറി വന്നപ്പോഴത്തേക്ക് ലീഫൊക്കെ ഒന്ന് ചുരുങ്ങി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നല്ലതായിട്ട് ഇതങ്ങ് വെന്ത് കിട്ടും. ലെറ്റൂസും ക്യാരറ്റ്, സവാളയൊക്കെ നല്ല രീതിയിലോട്ട് വെന്ത് വന്നിട്ടുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് സ്ഥലമാക്കിയിട്ട് 2 മുട്ട പൊട്ടിച്ച് ഇതിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുക. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ചെറിയ മുട്ടയാണെങ്കിൽ 3 മുട്ട എടുത്തോളൂ കേട്ടോ. എന്നിട്ട് മുട്ടയുടെ എല്ലാ ഭാഗം അങ്ങ് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഉറച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതങ്ങ് മിക്സ് ചെയ്യുക. തോരനുമായിട്ട് നല്ലതായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് ചെറിയ തേങ്ങയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് വേണോ നോക്കുക. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു ടേസ്റ്റുള്ള തോരനാണ്. വെള്ളത്തിൻ്റെ അംശം വല്ലതും ഉണ്ടെങ്കിൽ തീ കൂട്ടി ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ചിക്കൻ തോർത്തി അങ്ങ് എടുക്കാവുന്നതാണ് കേട്ടോ. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള തോരനാണ്. ലെറ്റൂസ് മേടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഒരുപാട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.